സ്വാതി ചെല്ല്. വലിയപ്പച്ചയും കൂട്ടി വേണ്ട എന്താന്ന് വെച്ചാ ചെയ്. വസുമതി കൂടി ചെല്ല്. നീ അവിടെ വേണം. കുട്ടികളെ മാത്രം അയച്ചാൽ പോരല്ലോ. കാരണം അവളുടെ സ്ഥാനത്ത് ഒരാൾ വേണമല്ലോ. അമ്മ ചെല്ല്, ഡോക്ടർ ഇപ്പൊ വരും. അച്ഛൻ കണ്ണു തുറന്നല്ലോ. ചെല്ലു മുത്തശ്ശി. വാ മുത്തശ്ശി. അച്ഛൻ രാവിലെ ബേബിക്ക് മരുന്ന് കഴിച്ചതാണോ? കഴിച്ചതാ. പേഷ്യന്റ് ഏത് റൂമിലാ? ആ റൂമിലുണ്ട് ഡോക്ടർ. നോക്കട്ടെ. എന്താ പറ്റിയേ? ഒരു ചടങ്ങിലായിരുന്നു മുത്തശ്ശൻ. പെട്ടെന്ന് തലയുറ്റി വീണതാ ഡോക്ടർ. ഞാനൊന്ന് നോക്കട്ടെ. പേടിക്കാനൊന്നുമില്ല. ഏത് മരുന്നുകളാ കഴിക്കുന്നത്? അപ്പച്ചി ആ മെഡിസിൻ ഒന്ന് എടുത്തു കൊടുക്ക. ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടില്ല ഡോക്ടർ. ആദ്യമായിട്ട് എങ്ങനെ? ഇതൊക്കെ മുത്തശ്ശൻ കഴിക്കുന്ന മെഡിസിൻസ്. BP അല്ലാതെ മറ്റെന്താ അസുഖമുള്ളത്? ഷുഗറും കുറച്ചൊക്കെ ഉണ്ട് ഡോക്ടറെ. വേറെ പ്രശ്നമൊന്നുമില്ല. ഉടനെ ഓക്കെ ആവും. ഇയാളൊന്ന് വന്നേ. എന്താ മോളെ, വന്നത് നമ്മുടെ ഫാമിലി ഡോക്ടർ അല്ലല്ലോ. ഒന്നും അറിയില്ല അച്ഛാ. മരുന്നിലെന്തോ സംശയമുള്ളത് പോലെയാ ഡോക്ടർ സഞ്ജുനെ വിളിച്ചോണ്ട് പോയത്. കാവേരി ഒന്ന് അങ്ങോട്ട് ചെല്ല്. ഇവിടെ വെച്ച് സംസാരിക്കാൻ പാടില്ലാത്ത എന്തോ കാര്യമുണ്ട്. ഓ, അദ്ദേഹമായിരുന്നോ നിങ്ങളുടെ ഫാമിലി ഡോക്ടർ? അദ്ദേഹത്തെ കിട്ടാതെ വന്നപ്പോഴാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത്. എന്താ ഡോക്ടറെ, മെഡിസിനിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇവിടെ പതിവായി മെഡിസിൻ ഉപയോഗിക്കുന്ന വേറെയും പേഷ്യൻസ് ഉണ്ടോ? ഉണ്ട്. ഓ, എൻ്റെ അമ്മ ആസ്മ പേഷ്യൻ്റാണ്. ഓ അത് ശരി. പതിവായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, എനിക്ക് അവർ കഴിക്കുന്ന മെഡിസിൻസ് ഒന്ന് കാണണം. അപ്പച്ചി, അമ്മ കഴിക്കുന്ന മെഡിസിനും ഇൻഹേലറും ഒന്ന് എടുത്തോണ്ട് വന്നേ. ശരി സഞ്ജു. ഇനി ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ മുത്തച്ഛന് കൊടുത്താൽ മതി. അല്ല, കഴിക്കുന്ന ടാബ്ലറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? ഡോക്ടറൊന്നും പറഞ്ഞില്ല. ആ മെഡിസിൻ ഇനി വേണ്ട. പിന്നെ അമ്മയുടെ മെഡിസിൻ കൂടി ഞാനൊന്ന് കാണട്ടെ, എന്നിട്ടൊരു അഭിപ്രായം പറയാം. വരൂ, മുത്തച്ഛനെ കണ്ടിട്ട് വരാം. നിൽക്കുന്നില്ലല്ലോ. പൂജാമുറിയിൽ വെച്ച് രക്തം പൊടിയാത്തത് അത്ഭുതമായത്. എല്ലാം ദേവിയുടെ കൃപയാ. എന്റെ കൈ മുറിഞ്ഞ കാര്യം ആരും അറിഞ്ഞിട്ടില്ല. ഡോക്ടർ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഫാമിലി ഡോക്ടർ ഇവിടെ ഉള്ളവരെ ചതിക്കുന്നാണോ ഡോക്ടർ പറയുന്നത്? അദ്ദേഹത്തോളം സീനിയറായ ഒരു ഡോക്ടർ അല്ല ഞാൻ. അദ്ദേഹം തന്ന മെഡിസിനെ പറ്റി അഭിപ്രായം പറയാനും പാടില്ല. എങ്കിലും ഈ മരുന്നുകൾ ഇവിടെ ആരും തുടർന്ന് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ മെഡിസിന്റെ ദോഷം അറിയണമെങ്കിൽ സീനിയറായ മറ്റൊരു ഡോക്ടറെ കാണിച്ചു നോക്കൂ. ഇതിൽ കൂടുതൽ ഞാനെന്ത് പറയാനാ? മിസ്റ്റർ സഞ്ജു, മുത്തച്ഛന് കഴിക്കാനുള്ള മെഡിസിൻ ഞാൻ കുറിച്ചു തരാം. അമ്മോ, നല്ലൊരു ഓണായിട്ട് ഇവിടെ വന്ന് കിടന്നാ മതിയോ? അയ്യോ, ചോര! എന്താ മോളി നിനക്ക് പറ്റിയത്? നിന്റെ കൈക്ക് എന്താ പറ്റിയേ? അയ്യോ, ചോര ഒഴുകുന്നത് നീ അറിയുന്നില്ലേ മോളെ? അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറ. അയ്യോ, ഇത് ഒരുപാട് മുറിഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലോ. നീ സ്വയം കൈ മുറിച്ചതാണോ? അല്ല,
കൈ എവിടെയോ തട്ടി മുറിഞ്ഞതാ. എന്നിട്ട് നീ ആരോടും പറയാതിരുന്ന എന്താ? മുത്തശ്ശൻ എങ്ങനെയുണ്ട്? മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല. അയ്യോ, ആ ഡോക്ടർ പോയോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ സഞ്ജുവിനെ നേരിട്ട് വിളിച്ചാൽ മതി. താങ്ക് യു ഡോക്ടർ. ഞാൻ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം. അതിൻ്റെ ആവശ്യമല്ലോ ഡോക്ടറെ. മോനെ, അമ്മുന്റെ കൈ മുറിഞ്ഞ് ചോര ഒലിച്ചോണ്ടിരിക്കുക. അവൾക്ക് എന്ത് സംഭവിച്ചു? എനിക്കറിയില്ല മോളെ. ബോധം പോയ പോലെ അവള് കിടക്കുന്നേ. ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. വിഷമിക്കണ്ട, ഇവിടെ ഡോക്ടർ ഉണ്ടല്ലോ. മോനെ. അമ്മു മോളെ, എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നുമില്ല ചേച്ചി, കൈയൊന്ന് മുറിഞ്ഞതാ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഈ ചോരയൊക്കെ പോയത്? ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞില്ലല്ലോ അമ്മു. കൈയുടെ പുറത്ത് എങ്ങനെ മുറിവ് വന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കൈ വാതിലിന്റെ ഇടയിൽ എങ്ങാനും പെട്ടതാണോ അമ്മു? എങ്കിൽ ഇത്രയും ബ്ലഡ് പോവോ? എന്തിനാ ചേച്ചി എല്ലാരും അറിയിച്ചേ? നീ ഒന്ന് മിണ്ടാതിരിക്കെ. ഇതെങ്ങനെ സംഭവിച്ചത്? അത് മുത്തശ്ശൻ വീഴാൻ പോയപ്പോ പൂജാമുറിയിലെ നിലവിളക്ക് തട്ടിയൊന്ന് മുറിഞ്ഞതാ. ഞാൻ ഇതൊന്ന് നോക്കട്ടെ. ഇതൊന്ന് അഴിക്കൂ. മുറിവ് ഡ്രസ് ചെയ്യാൻ വേണ്ടതൊക്കെ ഇവിടെ ഇല്ലേ? ഞാൻ എടുത്തിട്ട് വരാം. നല്ല മുറിവുണ്ടല്ലോ ഡോക്ടർ. സ്റ്റിച്ച് ഇടാനുള്ള മുറിവൊന്നും കാണുന്നില്ല. കൈ താഴ്ത്തിയിട്ടതുകൊണ്ടാ ബ്ലഡ് പോയത്. നന്നായിട്ട് വേദനിക്കുന്നു അമ്മു. സാരമില്ല. ഒരു TT എടുക്കാം, പിന്നെ വന്ന് ഡ്രസ് ചെയ്താൽ മതി. നല്ല പെയിൻ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. അതിന്റെ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. താങ്ക് യു ഡോക്ടർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആ, സഞ്ജു പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ശരി, ഞാൻ ഡോക്ടർ. വിളിക്കാം. ഓക്കെ, ശരി. ശരി. താങ്ക് യു. അമ്മു, ഇതൊരു ചെറിയ മുറിവല്ലേ ചേച്ചി. ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടാതെ. നിനക്ക് നൊന്ത വേദനിക്കുന്നത് ഞാനല്ലേ? നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട ചേച്ചി. ഇനി ഇതാരോടും പറയണ്ട. എനിക്കറിയാം നിനക്ക് നല്ല പെയിൻ ഉണ്ടെന്ന്. നീ എന്നോട് പറയാത്തതാ. ഇല്ല, ഇപ്പൊ നീറ്റലേ ഉള്ളൂ ചേച്ചി. വലിയ മുറിവല്ലാന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. സഞ്ജുവിന്റെ അമ്മ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ അമ്മോ? സഞ്ജുവിന്റെ അമ്മ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ അമ്മോ? പൂജാമുറിയിലെ മുത്തശ്ശൻ ഒരു കാരണമില്ലാതെ ബോധം കെട്ട് വീണു. നിലവിളക്കിൽ തട്ടി നിന്റെ കൈയും മുറിഞ്ഞു. ഇപ്പൊ വന്ന് ഡോക്ടർ പറഞ്ഞത് ഫാമിലി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ മറ്റൊരു ഡോക്ടറെ കൂടെ കാണിക്കാതെ കഴിക്കരുതെന്നാ. ലക്ഷ്മി ദേവിയെ ഉപാസനാമൂർത്തിയായി പൂജിക്കുന്ന കുടുംബം ഇത്. ഒരു കാലത്തും ഈ കുടുംബത്തിനൊരു ദോഷം വരാൻ ദേവി അനുവദിക്കില്ല. ചേച്ചി അതോർത്ത് വിഷമിക്കണ്ട. സഞ്ജുവിന് ഇതിലൊന്നും വിശ്വാസമില്ലല്ലോ അമ്മോ. എന്റെ അമ്മയെ അതുപോലെ തന്നെയാ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ചേച്ചി, അത് മതി. നിനക്കെന്റെ അമ്മയോട് നീരസമൊന്നും തോന്നല്ലേ? സത്യത്തിൽ എന്റെ അമ്മയെ കാണിക്കുന്നതൊക്കെ എന്നോടുള്ള സ്നേഹവും സ്വാർത്ഥതയും കൊണ്ടാ. അമ്മൂനെ അമ്മ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ചേച്ചിയുടെ അമ്മയുടെ ഉൾക്കണ്ണുകളൊക്കെ സത്യമാണ്. ഒരിക്കലും ഞാനായിട്ട് ചേച്ചിക്ക് ഒരു വേദന തരില്ല. അമ്മു. ഹലോ, അതെ, ആ മനസ്സിലായി സാർ. പക്ഷെ ഡോക്ടർ ഇപ്പൊ ഇവിടെയല്ല. ഡോക്ടർ ഇവിടുന്ന് റിസൈൻ ചെയ്ത് വിദേശത്തേക്ക് പോയി. അവർ ഫാമിലിയായിട്ട് ഇപ്പൊ വിദേശത്താ സാർ. ആ ഓക്കെ. ആ ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ പറയാം. ഓക്കെ സാർ. സഞ്ജു, ആ ഡോക്ടർ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വരാറുള്ള ഫാമിലി ഡോക്ടർ ഇപ്പൊ വരുന്നില്ലെന്ന് ഇളയമ്മ പറഞ്ഞു. എനിക്കും സംശയമുണ്ട് സ്വാതി. സഞ്ജു അയാളെ വിളിച്ചോ? അയാളെ കിട്ടുന്നില്ല. അയാൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലും വിളിച്ചു. എന്നിട്ട് അയാൾ റിസൈൻ ചെയ്ത് വിദേശത്തേക്ക് പോയെന്ന് അറിഞ്ഞ്.
അയാൾ ആ വിവരം ഇവിടെ അറിയിച്ചതുമില്ല. എന്തിനു വേണ്ടി അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളോട് പക തോന്നേണ്ട ഒരു കാര്യവുമില്ല. ഇന്റർനെറ്റ് കോളാണ്. എടുക്ക് സഞ്ജു. ഹലോ, സഞ്ജു അല്ലേ? അതെ. ഞാൻ ഡോക്ടർ പ്രകാശ് ബാബു. ഡോക്ടർ, നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ വിളിച്ചതായി പറഞ്ഞു. നിങ്ങളെവിടെയാ? എനിക്ക് ഉടനെ നിങ്ങളെ കാണണം. അത് നടക്കുന്ന കാര്യമല്ല. ഞാനിപ്പോ സ്റ്റേറ്റ്സിലാണ്. 1 മാസം ആയുള്ളൂ ഇവിടെ എത്തിയിട്ട്. പറഞ്ഞോളൂ, എന്താ സഞ്ജുവിന് അറിയേണ്ടത്? നിങ്ങൾ ഇതുവരെ ഞങ്ങളെ ചീറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? ഇവിടെയുള്ളവർക്ക് എന്ത് മെഡിസിനാണോ നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്തത്? ഓ, കാര്യം മനസ്സിലായി. സോറി സഞ്ജു, ഞാനൊരു ട്രാപ്പിൽ പെട്ടുപോയി. അങ്ങനെ എത്തിക്സിന് ചേരാത്തത് ചെയ്യേണ്ടി വന്നു. റിയലി സോറി. എന്തിന്? നിങ്ങൾ മറുപടി പറയണം ഇതിന്. നിങ്ങൾക്കെതിരെ ഒരു പ്രബലനായ ശത്രുവുണ്ട്. അതൊരു സ്ത്രീ കൂടിയായാൽ പകയല്ല, സംഹാരം തന്നെയാവും. ആര്? കൃത്യമായോ എനിക്കറിയില്ല. നിങ്ങളെപ്പറ്റി എല്ലാം അറിഞ്ഞു വെച്ച് ഒരു നിഴലായി അവർ കൂടെയുണ്ട്. ഫോൺ ലൗഡ് സ്പീക്കറിലല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പറയൂ. വീട്ടുകാർ അറിയാതെ സഞ്ജു ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയ കഥ വരെ അവർക്കറിയാം. നമ്മൾ തമ്മിൽ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല. ലൈഫ് ടൈം സെറ്റിൽമെന്റായി എനിക്ക് കിട്ടിയിരിക്കുന്നത്. നേരിടാനാവുമെങ്കിൽ നേരിട്ടുള്ളൂ. ഏത് നിമിഷവും അവരുടെ നിഴൽ മംഗലശ്ശേരിയിൽ കടന്നു വരാം. കൂടുതലൊന്നും പറയാനില്ല. ഗുഡ് ബൈ. ഹലോ ഹലോ. അയാള് കട്ട് ചെയ്ത് കളഞ്ഞു. എന്താ സഞ്ജു അയാൾ പറഞ്ഞത്? അയാള് ആർക്ക് വേണ്ടിയോ അതൊക്കെ ചെയ്ത് കാണുന്നു. ആരാ എന്തിനാന്നൊന്നും പറഞ്ഞില്ല. അയാള് രാജ്യം വിട്ടു. ഈ വീട്ടിൽ എന്തൊക്കെയാ സഞ്ജു നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തല ചുറ്റി വീഴുന്നു, ബോധക്ഷയം ഉണ്ടാവുന്നു, കൂടെ ഓരോ അനർത്ഥങ്ങളും. മുത്തശ്ശൻ ഇന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് അമ്മ കയ്യിൽ താങ്ങിയത്. അതിന്റെ ശിക്ഷ അവൾക്കും കിട്ടി. ഇനി അവളുടെ അവസ്ഥ എന്താവും എന്തോ. ഫോൺ ലൗഡ് സ്പീക്കറിലല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. വീട്ടുകാർ അറിയാതെ സഞ്ജു ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയ കഥ വരെ അവർക്കറിയാം. എന്റെ കുടുംബം ലക്ഷ്യം വെച്ച് ആര് വന്നാലും അതിലൊന്നിനെ പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല. അമ്മ എഴുന്നേറ്റൊന്ന് നോക്കാനാ ഞാൻ ഓടി വന്നത്. ഈ ചേച്ചിക്കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഒരുപാട് ജോലി ബാക്കി കിടക്കുമ്പോഴാ എന്നെ ഇവിടെ പിടിച്ചു കെടുത്തിയിരിക്കുന്നത്. അതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളുകളുണ്ട്. മുറിവ് ഉണങ്ങുന്നത് വരെ അമ്മ കിച്ചണിൽ കയറണ്ട. ഇത് അത്ര വലിയ മുറിവൊന്നുമല്ല, ചേച്ചി മനസ്സിലാക്ക്. ബാൻഡേജ് ഒട്ടിച്ചാൽ മതിയെന്നാ ഞാൻ ആദ്യം കരുതിയത്. മുത്തശ്ശനെ താങ്ങുമ്പോ കൈ നിലവിളക്കിലിടിച്ചെന്നല്ലേ നീ പറഞ്ഞത്? പക്ഷെ എനിക്കതത്ര വിശ്വാസമായിട്ട് തോന്നുന്നില്ല. എന്താ അമ്മ ശരിക്കും സംഭവിച്ചത്? എന്നോട് നീ കള്ളം പറയരുത്. ഞാൻ മുത്തശ്ശനെ പിടിക്കാൻ വൈകിയിരുന്നെങ്കിൽ മുത്തശ്ശൻ നിലവിളക്കിന് മുകളിൽ വീഴുമായിരുന്നു. മുത്തശ്ശനെ താങ്ങിയ എന്റെ കയ്യിലാ നിലവിളക്കിന്റെ കൂർത്ത ഭാഗം തറച്ചത്. ദൈവമേ! അന്നേരം വലിയ വേദനയൊന്നും അറിഞ്ഞില്ല. രക്തം പോലും പൊടിഞ്ഞില്ല. ഒരു ചെറിയ ചതവായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. ഓണമായിട്ട് പൂജാമുറിയിൽ വെച്ച് തന്നെ വലിയ ദുരന്തം ഉണ്ടായേനെ. എനിക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അമ്മ. പൂജാമുറിയിൽ വെച്ചുള്ള സംഭവം ആയതുകൊണ്ടാ ഞാൻ ആരോടും പറയാതിരുന്നത്. ചേച്ചിക്കാര്യം മറ്റാരോടും പറയാൻ നിൽക്കരുത്, എല്ലാരും വിഷമിക്കും. മുത്തശ്ശൻ അറിയാൻ പാടില്ലെന്നാണോ അമ്മ പറയുന്നത്? മുത്തശ്ശനും അമ്മയും അറിയരുത്. ദൈവത്തിന് മുന്നിൽ വെച്ച ഈ വീട്ടിന്റെ നാഥനായിട്ടുള്ള ആള് നിലവിളക്കിന് മുകളിൽ കുഴഞ്ഞു വീണത്. പക്ഷേ ദേവി അത് തടഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ശത്രുക്കൾ എന്ത് തന്നെ ചെയ്താലും ഇവിടെ ആർക്കും ഒരിക്കലും വലുതായി ബാധിക്കില്ലെന്ന്. നിന്നെപ്പോലെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അമ്മോ. എനിക്കിത് സഞ്ജുവിനോട് പറയാതിരിക്കാൻ പറ്റില്ല. അയ്യോ വേണ്ട ചേച്ചി. ഞാൻ അറിഞ്ഞ സഞ്ജു അറിയണം. നീ കുറച്ചേരം കൂടി വിശ്രമിക്ക, എന്നിട്ട് പുറത്തു വന്നാ മതി.
ഇന്നലെ നീയും കാവേരികളെയുമേ ഉറങ്ങിയില്ലെന്ന് ഞാൻ അറിഞ്ഞു. സദ്യക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കണ്ടേ ചേച്ചി? ഇഞ്ചിക്കറിയും നാരങ്ങാച്ചോറൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഉറങ്ങാൻ വൈകിയത്. വെളുപ്പിനെ എഴുന്നേക്കുകയും ചെയ്തു അല്ലേ? നീ ഒരു അല്പനേരം റെസ്റ്റ് എടുക്ക്. കിടക്കമ്മോ. ഞാൻ വന്ന് വിളിക്കാതെ നീ പുറത്തു വരരുത്. എനിക്കറിയില്ല സച്ചി, ഈ കുടുംബത്തോട് ആർക്കാ ഇത്രയ്ക്ക് വൈരാഗ്യമൊന്നും. ആ ഡോക്ടർ മുങ്ങിക്കളയാതിരുന്നെങ്കിൽ അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാമായിരുന്നു. എന്തായാലും ഓണം ഒന്ന് കഴിഞ്ഞിട്ടാടാ, നമുക്കിത് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ശരിയടാ, നീ വെച്ചോ, ഞാൻ വിളിക്കാം. ഓക്കെടാ. സഞ്ജു, ബിസിനസ് ചെയ്യുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ? സഞ്ജു ഇതിനെ ആ സ്പിരിറ്റിൽ കണ്ടാ മതി. ടെൻഷനായിട്ട് എന്ത് കാര്യമുള്ളത്? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സ്വാതി. ഓരോരുത്തരെയായി ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. വലിയൊരു ആപത്തല്ലേ ഇന്ന് ഒഴിഞ്ഞു പോയത്. മുത്തശ്ശൻ വീണതും അമ്മ താങ്ങിയതും മാത്രമേ എല്ലാരും കണ്ടുള്ളൂ. എന്താ ശരിക്കും സംഭവിച്ചെന്ന് സഞ്ജുവിന് അറിയണ്ടേ? എന്താ സംഭവിച്ചത്? സത്യമാണ് സ്വാതി നീ പറയുന്നത്? സംഭവിച്ചത് അതാണ് സഞ്ജു. എന്നിട്ട് അവള് പറഞ്ഞത് മുത്തശ്ശനെ പിടിക്കുന്നതിനിടയിൽ അറിയാതെ കൈ എവിടെ ഇടിച്ചെന്ന. വലിയൊരു ദുരന്തം കൂടെ നമ്മളെ വിട്ടുമാറി പോയി സഞ്ജു. അമ്മ ഈ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹവും അവളിലുള്ള നന്മയും കൊണ്ടാ മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നത്. എന്നിട്ടും എന്റെ അമ്മയ്ക്കും കവിതയിളമ്മയ്ക്കും അവളെ കാണുന്നതേ വെറുപ്പാ. അവളിപ്പോ എവിടെയുണ്ട്? ഞാൻ റൂമിൽ പിടിച്ച് കിടത്തിയിട്ടാ പോകുന്നത്. സഞ്ജു ചെന്ന് അവളോട് ഒരു താങ്ക്സ് പറ. എനിക്ക് അവളോടത് പറയണം. നീ കൂടെ വാ. സഞ്ജു ചെല്ല്, ഞാൻ വന്നോളാം. നിന്നോടുള്ള എൻ്റെ കടപ്പാട് കൂടി വരികയാണല്ലോ ലക്ഷ്മി. സ്വാതി പറഞ്ഞിട്ടാ ഞാൻ കാര്യം അറിയുന്നത്. മുത്തശ്ശൻ്റെ ദേഹത്ത് നിലവിളക്ക് തുളച്ചു കയറാതെ നിന്റെ ഈ കൈ പരിചയ തീർത്തയാണല്ലേ? ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല. വീഴുന്നത് കണ്ടപ്പോ താങ്ങിയെന്നേ ഉള്ളൂ. നീ എന്താ ആരോടൊന്നും പറയാത്തെ? ഇതിന് ഞാൻ നിന്നോട് നന്ദി പറഞ്ഞ അത് നന്ദികേടായി പോവും. എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. നിന്റെ പൂജയും പ്രാർത്ഥനയും കൊണ്ട് തീരാത്ത വലിയ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുണ്ട്. എന്തിനാ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? കഷ്ടമല്ലേ ഇളയമ്മ, അമ്മൂനോട് അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്? നമ്മൾ പറഞ്ഞ നിന്റെ അമ്മയോ കവിതയോ കേൾക്കോ? എനിക്ക് അവളെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. അവൾ ആരാന്ന് നിനക്കറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാ നീ ഇപ്പൊ പഴിക്കുന്നത് നിന്റെ അമ്മയ്ക്കൊപ്പമേ നിൽക്കൂ. ലോകത്ത് ഒരു പെണ്ണിനും താങ്ങാൻ കഴിയാത്ത സ്ട്രെസ്സും വേദനയും അമ്മ അനുഭവിക്കുന്നത്. അതെ ശ്രീകുട്ടി. എന്നിട്ടും അവള് മരിച്ചു പോവാത്തത് അവള് പ്രാർത്ഥിക്കുന്ന ദേവിയുടെ അനുഗ്രഹം കൊണ്ടാ. അവൾ ഇവിടെ നിർത്താതെ
മറ്റൊരു ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കാനാ ശ്രീകുട്ടി ശ്രമിക്കേണ്ടത്. ഇത് എത്ര വട്ടമായി ഞാൻ നിന്നോട് പറയുന്നതാ. അമ്മ ആഗ്രഹിക്കുന്നതും അത് തന്നെയാ. അവള് നിന്റെ അനിയത്തി തന്നെയാ. എന്നാൽ മറ്റൊരു സ്ഥലത്ത് അവൾ ജോലി ചെയ്യുന്നു. നിന്റെ അച്ഛനും അങ്ങനെ തന്നെയല്ലേ കരുതുന്നത്? അവളുടെ കാര്യത്തില് ഞാനും സഞ്ജുവും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്.